ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ വളരെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ് ആദ്യം പ്രൈം ടൈം പോകുന്നത്. ആലപ്പുഴ അമ്പലപ്പുഴയിൽ മദ്യപിച്ചെത്തിയ മകൻ്റെ മർദ്ദനമേറ്റ് അമ്മ മരിച്ചു എന്ന വാർത്ത. കഞ്ഞിപ്പാടം ആശാരിപ്പറമ്പിൽ ആനിയാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെ ആയിരുന്നു മരണം. മകൻ ജോൺസനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അമ്പലപ്പുഴയിലെ ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അശ്വിൻ? എന്തായാലും ഈ സാംസ്കാരിക കേരളത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഒരു അമ്മയെ തല്ലിക്കൊല്ലാനൊക്കെ ഒരു മകന് കഴിയുക എന്ന് വരുന്നിടത്ത് മലയാളി എവിടെയാണ് പോയി നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ ആലോചിച്ചു പോകുന്നു. തീർച്ചയായും നാണക്കേടും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടെ ഈ ജോൺസൺ വീട്ടിലേക്ക് കയറി വരുന്നു. മദ്യപിച്ച് ലെക്ക് കെട്ടാണ് കയറി വരുന്നത്. അമ്മയുമായി ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നീട് അമ്മയെ വലിയ തോതിൽ മർദ്ദിച്ച് അവശയാക്കി. അങ്ങനെയാണ് ഈ അമ്മ ആനി ആശുപത്രിയിൽ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയത്. ഈ അമ്മ ആനിയെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ അച്ഛൻ ജോയിയെയും മകൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. പക്ഷേ അച്ഛൻ അത്ര വലിയ തോതിലുള്ള പരിക്കേറ്റില്ല. ഇവര് രണ്ടുപേരും അച്ഛനും അമ്മയും കൂടിയാണ് അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. പക്ഷേ അമ്മയ്ക്ക് ഏറ്റ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നീണ്ട നാളത്തെ 2-3 ദിവസത്തെ ഒരാഴ്ചയോളം നീണ്ട ചികിത്സ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആനി മരണപ്പെടുന്നത്. എന്തായാലും ഈ സംഭവം നടന്നതിന് പിന്നാലെ അമ്പലപ്പുഴ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരുന്നു. മകനെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ അമ്മ മരിച്ച സാഹചര്യത്തിൽ കൊലപാതക കുറ്റമടക്കം ചുമത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. അത് ഇന്ന് രാത്രി തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ജോൺസന്റെ മാതാവ് ആനിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് നിലവിൽ ഇത്തരത്തിൽ മദ്യപിച്ചെത്തി വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും അച്ഛനെയും അമ്മയൊക്കെ മർദ്ദിക്കുകയും ചെയ്യുന്ന സംഭവം സ്ഥിരമായിരുന്നു. അത് പതിവായി അവിടെ നടക്കാറുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് ജോൺസനെ പൂട്ടാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. SK. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. മകൻ്റെ മർദ്ദനമേറ്റ് അമ്മ മരിച്ചു എന്നുള്ള വാർത്തയാണ് അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നത്. കോന്നിയിലെ പാറമട അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മറ്റൊരാൾ കൂടി ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ആദ്യം നമുക്ക് ആ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. പ്രതികൂല കാലാവസ്ഥയും പാറ ഇടിഞ്ഞു വീഴുന്നതും കണക്കിലെടുത്ത രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ പാറ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. നാളെ രാവിലെ 7 മണിയോടെ രക്ഷാദൗത്യം വീണ്ടും ആരംഭിക്കും. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് തൊഴിൽ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ഈ രണ്ടാമതൊരാളെ കൂടി കണ്ടെത്താനുണ്ടല്ലോ, അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആദ്യം പറയൂ. SKN കോന്നി പയ്യനാവണ്ണിൽ ചെങ്കളത്ത് ക്വാറി ഇൻഡസ്ട്രീസിലാണ് 3 മണിയോടുകൂടി ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത്. ബീഹാർ സ്വദേശിയായ അജയ് റായ്, ഒപ്പം തന്നെ സഹായിയായിട്ടുള്ള ഒഡീഷ സ്വദേശി മഹാദേവ പ്രധാൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്ററായിരുന്നു അജയ് റായ്. ഇവർ 1 മണിയോടുകൂടി ഈ ഖനനം പൂർത്തിയാക്കിയ ശേഷം അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ അതിൻ്റെ പാതയിൽ വീണ റോഡിൽ ഈ പാറ തെറിച്ചു വീണ പാറകളൊക്കെ നീക്കം ചെയ്യുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ മുകളിൽ നിന്നും കൂടുതൽ പാറ കഷ്ണങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് വീണത്. ഈർപ്പവും അതുപോലെ തന്നെ മണ്ണിൽ ഈർപ്പം പിടിച്ചതാണ് ഇത്തരത്തിൽ മുകളിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴാൻ കാരണമെന്നാണ് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ കോന്നിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തേക്ക് എത്തിയെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത് കൂടുതൽ പാറ വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങളൊക്കെ എത്തിയെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ സാധിച്ചില്ല. ഈ സമയത്താണ് താഴെ ഒരു കാൽ കണ്ടത്. അതൊരു തൊഴിലാളിയുടെ കാലാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈ അപകടത്തിൽപ്പെട്ട ആളുടേതാണെന്ന് മനസ്സിലായതോടുകൂടി ഉടൻ തന്നെ അവിടേക്ക് ഫയർഫോഴ്സ് സംഘം എത്തി. ആ സമയത്ത് അവിടെ നിന്നും ഈ പാറ ചീളുകൾ മാറ്റിക്കൊണ്ട് ഈ ആളെ പുറത്തെത്തിക്കുകയും കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. മൃതദേഹം ഈ ശരീരം കണ്ടെത്തുമ്പോൾ തന്നെ ആള് മരണപ്പെട്ടിരുന്നു. അത് ഒഡീഷ സ്വദേശി മഹാദേവ പ്രധാന്റെ മൃതദേഹമാണ് ലഭിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കണ്ടെത്തേണ്ടത് അജയ് റായിയുടെ ശരീരമാണ് കണ്ടെത്തേണ്ടത്.
അതായത് ഈ പാറ വീണ ആ ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ സ്ഥിതിയായിരുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്കെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഫയർഫോഴ്സ് ഒക്കെ എത്തി ഇവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ തുടങ്ങിയെങ്കിലും ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇതിനിടയിൽ തന്നെ ഒരു 5 തവണയിലേറെ അവിടേക്ക് വീണ്ടും പാറ ഇടിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് രാത്രിയിൽ തന്നെ വീണ്ടും തിരച്ചിൽ നടത്തിക്കൊണ്ട് അടുത്തയാളുടെ ശരീരവും കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും ഒപ്പം തന്നെ ഈ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ വീണ്ടും വലിയ ശബ്ദത്തോടു കൂടി കൂടുതൽ വലിയ പാറ അടർന്നു വീഴുകയും ചെയ്തു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ രാത്രിയിലത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചത്. രാവിലെ 7 മണിയോടുകൂടി വീണ്ടും ഈ തെരച്ചിൽ ആരംഭിക്കുവാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. തിരുവല്ലയിൽ നിന്നും NDRF സംഘം 27 പേരടങ്ങുന്ന എത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ ആരംഭിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. SK. ഓക്കെ, സുജി സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കോന്നിയിൽ നിന്ന്. തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു സർവകലാശാലയെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മാറുന്നു കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി. ഈ പ്രതിസന്ധിക്ക് ഇന്നും അയവില്ല. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിലും സർവകലാശാലയിൽ ഇന്ന് കസേര കളിയായിരുന്നു. ആക്ടിംഗ് VC നിയമിച്ച ഒരു രജിസ്ട്രാർ ഉണ്ടായിരുന്നു, അതല്ലാതെ നേരാമണ്ണം വന്ന രജിസ്ട്രാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 രജിസ്ട്രാറും, സിൻഡിക്കേറ്റിൻ്റെ ഒരു രജിസ്ട്രാർ, VCയുടെ ഒരു രജിസ്ട്രാർ, 2 രജിസ്ട്രാർമാർ, ഒരു രജിസ്ട്രാർ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. സിൻഡിക്കേറ്റിനെ മറികടന്ന് വീണ്ടും വൈസ് ചാൻസലർ താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചു. ഡോക്ടർ സിസ തോമസ് നിയമിച്ച രജിസ്ട്രാറും അവിടെ ജോലി ചെയ്യുന്നു. സിൻഡിക്കേറ്റിൻ്റെ KS അനിൽകുമാർ എന്ന രജിസ്ട്രാറും അവിടെ ജോലി ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ താല്പര്യത്തിനാണോ ഈ കലാശാല തുറന്നു വെച്ചേക്കുന്നത് എന്ന് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയില്ല. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാർ എന്ന് ഹൈക്കോടതി നൽകിയ ഹർജി സ്വമേധയാ പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. കാരണം താൻ കൊടുത്ത ഒരു ഹർജി പിൻവലിക്കാൻ ഏതൊരാൾക്കും കോടതിയിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇന്ന് ഈ കാര്യം തീർപ്പാക്കിയത്. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിൽ അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്ന് ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് അവഗണിച്ച് രജിസ്ട്രാർ ചുമതലയുണ്ടായിരുന്ന P. ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. പിന്നാലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പനെ രജിസ്ട്രാറുടെ ചുമതല നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കി. ഇതോടെ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ എന്ന നിലയിലായി. ഇതിനിടെ സിൻഡിക്കേറ്റ് ചേർന്ന് സസ്പെൻഷൻ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കുന്നതായി ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. എന്നാൽ ഹൈക്കോടതിയെ വിമർശിച്ച മുൻ MLA കൂടിയായ സിൻഡിക്കേറ്റ് അംഗം R. രാജേഷിനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കും. ഗവർണറോട് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇവിടെ നിരന്തരം നമ്മുടെ ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടലുകൾ നടക്കുന്നു. അത് ഒരു കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നന്നായി തിരിച്ചറിഞ്ഞു പോകണം എന്ന് തന്നെ അത് ഉറക്കെ പറയേണ്ട കാലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാരും ഗവർണറും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്ന് ഗവർണർക്ക് താൽക്കാലിക VC റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു വാർത്ത. എറവ് അഞ്ചാങ്കല്ലിൽ തുണിക്കടയിൽ യുവതിയുടെ ശരീരത്തിലേക്ക് ഒരു പാമ്പ് വീണു. യുവതി കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നും ആശ്വാസകരമായ വാർത്തയുണ്ട്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇതാണ്. ഇതാണ് ആ ദൃശ്യം. എന്തായാലും ഭാഗ്യം ആ വനിതയ്ക്കൊന്നും സംഭവിച്ചില്ല. സൂരജ് സജി കൂടുതൽ വിവരങ്ങൾ നൽകും. സൂരജ് സജി, ആ പാമ്പിനെ പിന്നീട് പിടിക്കാൻ പറ്റിയോ അതോ തുണിക്കടയിൽ തന്നെ ഉണ്ടോ ആ പാമ്പ് ഇപ്പോഴും? ആ പാമ്പ് ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ളതാണ് ഈ ജീവനക്കാരെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു ആശങ്കക്കിടയാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലമാണ്, ഈ വീടുകളിലേക്കടക്കം പാമ്പുകളൊക്കെ വരുന്ന സമയമാണ്, ശ്രദ്ധിക്കണം എന്ന മുൻകരുതൽ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ എറവ് അഞ്ചാം കല്ലിൽ ഈ ഓസ്കാർ എന്ന് പറയുന്ന തുണിക്കടയിൽ ഈ പാമ്പ് വരുന്നത്. പാമ്പ് ഈ മുകൾ ഭാഗത്തിരുന്ന പാമ്പ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയുടെ മേത്തേക്ക് വീഴുകയായിരുന്നു. അതാണ് ദൃശ്യത്തിൽ കാണുന്നത്. പിന്നീട് അവർ കുതറി മാറി. അപ്പോൾ പാമ്പ് ഈ ഇഴഞ്ഞ് ഈ കടയ്ക്കകത്തേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന ആ കട നടത്തുന്ന മറ്റൊരു ജീവനക്കാരി കൂടി
കൂടി ഉണ്ടായിരുന്നു. അവരും പുറത്തേക്ക് ഇറങ്ങി ഈ ആളുകളൊക്കെ ഓടിക്കൂടി പിന്നീട് ഈ പാമ്പിന് വേണ്ടിയുള്ള തിരച്ചിൽ ആ കടയിൽ ആകെ നടത്തിയെന്നുള്ളതാണ് പറയുന്നത്. തുണിക്കടയാണ്, അവിടെ ഉണ്ടായിരുന്ന തുണികളടക്കം പുറത്തേക്ക് എത്തിച്ചു. ആ സീലിംഗ് അടക്കം പൊളിച്ച് പരിശോധിച്ചെങ്കിലും ഈ പാമ്പ് എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പേടിയുണ്ട് എന്നുള്ളതാണ് ഇവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ ആ CCTV ദൃശ്യം കാണുമ്പോൾ വല്ലാതെ ഭയം തോന്നുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്കെയിൽ. ഓക്കെ, എന്തായാലും അവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇനിയൊരു വിയോഗത്തിൻ്റെ വാർത്തയിലാണ്. വ്യക്തിപരമായി എനിക്ക് ബന്ധമുള്ള ആദ്യകാല ആകാശവാണി പ്രക്ഷേപകയും ഗായികയും ചലച്ചിത്ര താരവുമായിരുന്ന CS രാധാദേവി അന്തരിച്ചു. ഞങ്ങളൊക്കെ രാധാചേച്ചി എന്ന് വിളിക്കുന്ന തിരുവനന്തപുരം ആകാശവാണിയിൽ ഒരുപാട് കാലം ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഏറ്റവും അവസാനം ജോലി ചെയ്യുമ്പോൾ നാടക സെക്ഷനിലായിരുന്നു. അന്ന് തിരുവനന്തപുരം ആകാശവാണിയിൽ കുറച്ചധികം കാലം ആകാശവാണിയുടെ ചാർജ് വഹിച്ച പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഞാൻ തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ ചേച്ചി എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 94 വയസ്സുണ്ടായിരുന്നു ചേച്ചിക്ക് മരിക്കുമ്പോൾ. നല്ലൊരു ഗായികയായിട്ടായിരുന്നു ആദ്യം രംഗപ്രവേശം ചെയ്ത് പിന്നീട് സിനിമാ താരമായി. അതുപോലെ തന്നെ ഒരുപാട് കാലം നിരവധി റേഡിയോ നാടകങ്ങൾക്ക് ചേച്ചി ശബ്ദം പകർന്നു. തിരുവിതാംകൂർ റേഡിയോ നിലയം ആരംഭിച്ച 1943 കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു റേഡിയോ ജീവിതം ആരംഭിച്ചത്. TP രാധാമണി, CS രാധാദേവി, 2 പേരുകളെന്ന് അസംഖ്യം റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതമായിരുന്നു. 1944 13-ാം വയസ്സിൽ യാചകമോഹിനി എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു ചലച്ചിത്ര രംഗത്തേക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് സംസ്കാരം തിരുവനന്തപുരം പുത്തൻകോട്ട ശ്മശാനത്തിൽ നടന്നു കഴിഞ്ഞു. ഒരു കാലഘട്ടം അവസാനിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ലൈവ് റേഡിയോയിൽ നിന്ന്, അതായത് ഒന്നും റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ, ടേപ്പൊന്നും ഇല്ലാത്ത ഒരു കാലത്താണ് ചേച്ചിയൊക്കെ പ്രക്ഷേപണ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ പതിറ്റാണ്ടുകൾ റേഡിയോയുമായി ഇഴുകിച്ചേർന്നൊരു ജീവിതം. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ ജീവിതത്തിന് തിരശ്ശീല വീണു. എന്തായാലും ഈ വിയോഗത്തിൽ 24-നും എനിക്കുള്ള ആദരാഞ്ജലികളോട് നിർത്തുന്നു. വ്യക്തിപരമായിട്ട് ഒരു ചേച്ചിയെ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. റേഡിയോയിൽ ചേച്ചിക്കൊപ്പം പ്രവർത്തിച്ച എല്ലാവരുടെയും ഫീലിംഗ് അത് തന്നെയായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വ്യാപക പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ചാണ്ടി MLA അടക്കമുള്ള നേതാക്കളെ ബലം പ്രയോഗിച്ച് പോലീസിന് നീക്കേണ്ടി വന്നു. ആലപ്പുഴയിൽ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ച് 1 മണിക്കൂറോളം സംഘർഷഭരിതമായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് ചാണ്ടി ഉമ്മൻ MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. തൃശൂരിലും ആലപ്പുഴയിലും BJP പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പാലക്കാട് DMO ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും ജലപീരങ്കി. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം വരും ദിവസങ്ങളിലും വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. അഷ്റഫിൻ്റെ ഒരു കുറിമാനം വന്നിരിക്കുന്നു. ഇവരുടെ വോയിസ്, അതായത് CS രാധാദേവി ചേച്ചിയുടെ വോയിസ് ക്ലിപ്പുണ്ടെങ്കിൽ അതൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ ആ വോയിസ് ക്ലിപ്പില്ല. ആകാശവാണിയിലെ ശ്രോതാവായിരുന്നപ്പോൾ ഒരുപാട് കാലം ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ എഴുതുകയും അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് നാടകങ്ങളിൽ ചേച്ചി എനിക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. എബ്രഹാം തോമസ് പറയും, നമ്മുടെ നാട്ടിൽ വീട്ടിലിരുന്നവരും തെരുവ് നായ്ക്കൾ വന്ന് കടിക്കുന്നു, വീട്ടിലിരുന്നവരെ പോലും കടിക്കുന്നു എന്നാണ് എബ്രഹാം തോമസ് പറയുന്നത്. വലിയൊരു ഭീഷണിയായിട്ട് ഈ തെരുവ് നായ്ക്കൾ മാറിയിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിൻ്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇതേ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നവമിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. ബിന്ദുവിൻ്റെ കുടുംബത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സന്ദർശിച്ചു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതിനാലാണ് ബിന്ദുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും കാത്തുനിൽക്കാതെ മകൾ നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
വീഴ്ചയിൽ നടുവിനേറ്റ പരിക്കും തുടർന്ന് കഴുത്തിനേറ്റ അണുബാധയും കാരണം 2 ശസ്ത്രക്രിയയാണ് നവമിക്ക് വേണ്ടത്. പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സൗജന്യമായാണ് തുടർ ചികിത്സ. ബിന്ദുവിന്റെ മരണത്തിന് പിന്നാലെ നവമിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തിരുന്നു. സർക്കാരിന്റെ സഹായം ആശ്വാസമായെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് ബിസ്രുദൻ 24-നോട്. തീർച്ചയായും ഒരു സഹായമായി. അല്ലാതെ നമ്മൾ ഇവിടെ കൂടി ചികിത്സിക്കും. അസുഖം മാറണ്ടേ, പഠിക്കാൻ പോകണം. ശസ്ത്രക്രിയക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് കെട്ടിടം തകർന്നുണ്ടായ ദാരുണാപകടത്തിൽ ബിന്ദു മരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചു. ഇത് മിനിമം ഒരു കോമ്പൻസേഷൻ സംസ്ഥാന സർക്കാർ ചെയ്യണം. ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയായിരുന്നു എന്നാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി എല്ലാവിധ സഹായം സംസ്ഥാന സർക്കാർ നൽകണം. ധനസഹായം, സ്ഥിരം തൊഴിൽ ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടൽ കാത്തിരിക്കുകയാണ് ബിന്ദുവിന്റെ കുടുംബം. 24 കോട്ടയം. ഷാഫി കുമ്മേറി ഈ ഒരു വനിതയുടെ ദേഹത്ത് പാമ്പ് വീണത് കണ്ടപ്പോൾ എഴുതിയതാണ്. നമ്മൾ അഴിച്ചു വയ്ക്കുന്ന ഷൂയിൽ പോലും ചിലപ്പോൾ പാമ്പ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾ ഈ ഷൂ ഒക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഉപയോഗിക്കണം. അത് നല്ലൊരു ഉപദേശമാണ്. അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. സൂംബ വിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷൻ ഹൈക്കോടതി റദ്ദാക്കി. ഈ വിവാദത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പ്രമാണിച്ച് ഈ അധ്യാപകനെ മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. TK അഷ്റഫിനെതിരായ നടപടിയാണ് ഹൈക്കോടതി ഇന്ന് റദ്ദാക്കിയത്. നടപടി പുനഃപരിശോധിക്കാൻ മാനേജ്മെൻറ്റിന് നിർദ്ദേശവും കൊടുത്തു. അധ്യാപകന്റെ മറുപടി കേൾക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. സൂംബ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട TK അഷ്റഫിനെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള എയ്ഡഡ് സ്കൂൾ സസ്പെൻഡ് ചെയ്തത്. അതിനെതിരെയാണ് സസ്പെൻഡ് നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് TK അഷ്റഫ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് TK അഷ്റഫിന്റെ ഹർജി DK സിംഗിന്റെ ബെഞ്ച് പരിഗണിച്ചു. TK അഷ്റഫ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം തനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നു. ആ നോട്ടീസിന്മേൽ 3 ദിവസം മറുപടി നൽകാൻ സൗകര്യം നൽകി. പക്ഷേ തന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പിറ്റേ ദിവസം തന്നെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കി എന്നുള്ളതാണ് മാനേജ്മെന്റിനെതിരായ ആക്ഷേപമായി ഉന്നയിച്ചത്. അത് കോടതി അംഗീകരിച്ചില്ല. അത് കോടതി ശരിവെക്കുകയായിരുന്നു. അത് ഇയാളുടെ ഭാഗത്ത് ശരിയുണ്ട്. ഈ മാനേജ്മെന്റ് ഇയാളെ കൂടി കേൾക്കണമായിരുന്നു എന്ന നിലപാടാണ് കോടതി ഈ വിഷയത്തിൽ എടുത്തത്. അങ്ങനെയാണ് TK അഷ്റഫിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കാനുള്ള ഒരു ഉത്തരവ് DK സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒപ്പം മാനേജ്മെന്റിനോട് ഈ വിഷയത്തിൽ പുനഃപരിശോധന നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, ബിൻസി മോളിന്റെ ഒരു അഭിപ്രായം. നാളെ അവധിയാണോ SKN? പത്തനംതിട്ടയിൽ നാളെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ നാളെ ബസ് പണി മുടക്കുണ്ടോ എന്ന് CR7 ചോദിക്കുന്നു. നാളെ പ്രൈവറ്റ് ബസ് സ്ട്രൈക്ക്. നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്കാണ്. ഗതാഗത കമ്മീഷണർ H നാഗരാജു വിളിച്ചു ചേർത്ത ചർച്ചയും പരാജയപ്പെട്ടു. ഇതോടെയാണ് ബസ് ഉടമകൾ സൂചനാ സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ പിന്നോട്ടില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും പറയും. നാളെ സൂചനാ സമരം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം. ഇന്ന് നടത്തിയ ചർച്ചയിൽ ഒരുറപ്പും തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് ബസ് ഉടമകൾ. 8-ാം തീയതി ഒരു ദിവസം സൂചനാ സമരം കൊടുത്ത് ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. 17 മാസമായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം ഞങ്ങൾ ഈ വിഷയം നിരന്തരം ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സമരമുഖത്ത് മാത്രമേ ഞങ്ങളൊരു ചർച്ച ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം മാറ്റിവെക്കാതെ ഞങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാവട്ടെ. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക, വ്യാജ കൺസെഷൻ കാർഡുകൾ നിർത്തലാക്കുക തുടങ്ങി തൊഴിലാളികൾക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നാളത്തെ സൂചനാ സമരം കഴിയുമ്പോൾ മന്ത്രി വിഷയത്തിൽ നേരിട്ടിടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ബസ് ഉടമകൾ പറയുന്നു. 24 പാലക്കാട്. എറണാകുളം അങ്കമാലി അയ്യമ്പുഴയിൽ പനി ബാധിച്ച് മരിച്ച കുട്ടിയുടെ വീട്ടിലെ നായ്ക്ക് പേവിഷബാധയുണ്ടായിരുന്നു എന്ന് സംശയം. ചുള്ളി പടയാട്ടി വീട്ടിൽ ഷിജുവിൻ്റെ മകൾ ജലീറ്റയാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. കുട്ടിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അമൽ സുരേന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, പറയൂ. ഈ ശനിയാഴ്ചയാണ് കുട്ടി പനി ബാധിച്ച് മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിന് ശേഷം ഈ കുട്ടിയുടെ വീട്ടിൽ വളർത്തുനായ ഉണ്ടായിരുന്നു. ഈ വളർത്തുനായ 2 ആഴ്ചയ്ക്ക് മുൻപ് മരിച്ചിരുന്നു. പക്ഷെ അത് ആരും കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷെ ഈ വീടിനോട് ചേർന്നുള്ള അയൽപക്കത്തിൽ നായ കൂടി മരണപ്പെട്ട ഒരു സ്ഥിതിയിൽ ആ നായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നെന്ന് സ്ഥിരീകരിച്ച ഘട്ടത്തിൽ മാത്രമാണ് വീട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് നായയുടെ മൃതശരീരം പുറത്തെടുക്കുകയും പരിശോധിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അത് ജഡം അഴുകിയ നിലയിലായതിനാൽ പോസ്റ്റ്മോർട്ടം
പോസ്റ്റ്മോർട്ടം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ നായയുടെ അടക്കം സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഏതായാലും ഈ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അയൽപക്കത്തുണ്ടായിരുന്ന നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചുറ്റുപാടും ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന മൃഗങ്ങൾക്കെല്ലാം, പട്ടി, പൂച്ച അടക്കമുള്ള മൃഗങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രതിരോധ പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള കുത്തിവയ്പ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുമുണ്ട്. ഈ ശനിയാഴ്ച കുട്ടി മരിച്ചത് പനി ബാധിച്ചാണ്. ഏതായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. കുട്ടിക്ക് പേവിഷബാധ ബാധിച്ചിരുന്നോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചെല്ലാം ഇതുവരെയും നമുക്ക് വ്യക്തമായൊരു പ്രസ്താവന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ കുടുംബത്തിൽ നിന്നോ ലഭിച്ചിട്ടില്ല. ഇതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഓക്കെ, ജോസഫ് ജോൺ പറഞ്ഞത് ഇവിടെ കോടതിയും നിയമമൊന്നുമില്ലേ, ആർക്കും എന്തും ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. മുഹമ്മദ് ഇർഷാദ് പറയുന്നു ചെക്കന്മാർക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നു. ശ്രീരാജ് കാലിക്കട്ട് പറയുന്നത് പണ്ടും ഈ അടിപിടിയും തെരുവുയുദ്ധമൊക്കെ ഉണ്ടാകാറുണ്ട്, അന്നൊന്നും മൊബൈലില്ലായിരുന്നു, ഇന്ന് ഈ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നതൊക്കെ വാർത്തകളാകുന്നു. വിട്ടുകളെ SKN, ഞാൻ വിട്ടുകളഞ്ഞു, എൻ്റെ പുറത്തല്ലല്ലോ അടി കൊണ്ടത്, അതുകൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞു. മാത്യു പറയുന്നു വെളിവില്ലാത്ത ബാല്യങ്ങൾ എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ എന്തും സംഭവിക്കുന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട് എന്ന് പറയുന്നത് നേരിനടുത്ത് തന്നെ നിൽക്കുന്ന കാര്യമാണ്. കോഴിക്കോട് ദന്തൽ കോളേജിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് കാറുകൾക്ക് കേടുപാടുണ്ടായി. മതിലിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. മഴ നനഞ്ഞ മതിൽ അപകടാവസ്ഥയിൽ ആയി. അതിനെതിരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതി കൊടുത്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല. മിഥില ബാലൻ വീണ്ടും ചേരുന്നു കോഴിക്കോട് നിന്ന്. മിഥില, ഈ മതിലിടിഞ്ഞ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഈ 2 കാറുകൾക്ക് പ്രശ്നം ഉണ്ടായതല്ലേ കുഴപ്പമുള്ളൂ? മിഥില, കേൾക്കാൻ കഴിയുമോ? ഈ കാറിന് കേടുപാടുണ്ടായതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ മതിലിടിഞ്ഞ് വീണതുകൊണ്ട്? മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാറുകൾക്ക് 2 കാറുകൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. ഡെന്റൽ കോളേജിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. ഈ മതിൽ ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്ന കാര്യം നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇത് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അവിടെ നിർത്തിയിട്ട 2 കാറുകൾക്ക് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. കാറിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 2 കാറുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ മിഥില, മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന വൈകാൻ സാധ്യത. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും നാളെ ഡൽഹിയിൽ പോകുന്നുണ്ട്. എന്നിരുന്നാലും പുനഃസംഘടനയിൽ തീരുമാനമുണ്ടാക്കാൻ സാധ്യതയില്ല. സംസ്ഥാനത്തെ ചർച്ചകൾ പൂർത്തിയാകാത്തത് കൊണ്ടാണ് പുനഃസംഘടന വൈകുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിശ്വനാഥും ഷാഫി പറമ്പിലും ചൊവ്വാഴ്ചയാണ് ഡൽഹിക്ക് പോകുന്നത്. മണ്ഡലത്തിലെ പരിപാടി മൂലം വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ യാത്ര ഒഴിവാക്കി. KPCC ജനറൽ സെക്രട്ടറി തലത്തിലും DCC തലത്തിലും അഴിച്ചുപണി നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് യാത്രയെന്നാണ് പ്രചരിക്കുന്ന അഭ്യൂഹം. എന്നാൽ KPCC നേതൃത്വത്തിന്റെ ഡൽഹി ചർച്ചയിൽ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമുണ്ടായേക്കില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ അറിയുന്നതിനാണ് യാത്ര. പുനഃസംഘടന സംബന്ധിച്ച് സംസ്ഥാനത്ത് സമവായം ഉണ്ടായിട്ടില്ലാത്തതിനാൽ തീരുമാനം വൈകും. രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രവർത്തക സമിതി അംഗങ്ങളുമായുള്ള ചർച്ച പൂർത്തിയാകാത്തതാണ് കാരണം. നിർണായകമായ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ സംസ്ഥാനത്ത് സമവായം ഉണ്ടാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പുനഃസംഘടന നടത്തിയാൽ അത് വിപരീത ഫലം ചെയ്യുമോ എന്നും നേതൃത്വത്തിന് ആശങ്കയുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരുത്തി പുനഃസംഘടന പേരിൽ ഒതുക്കിയാൽ മതിയെന്ന ആവശ്യം മുതിർന്ന നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഈ ആശയക്കുഴപ്പങ്ങളാണ് പുനഃസംഘടനയിൽ തീരുമാനം വൈകുന്നതിൻ്റെ പ്രധാന കാരണം. 23 അംഗ KPCC ജനറൽ സെക്രട്ടറിമാരുടെ പ്രവർത്തനം വിലയിരുത്തി ആവശ്യമായ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശമാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. ജനറൽ സെക്രട്ടറിമാരുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെയും പ്രവർത്തനം സംബന്ധിച്ച് AICC റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. KPCC ട്രഷറർ അടക്കമുള്ള നിർണായക തസ്തികകൾ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നു. KPCC സെക്രട്ടറിമാരും നിലവിലില്ല. ഇതിനെല്ലാം പരിഹാരം പുനഃസംഘടനയാണ്. ആ പുനഃസംഘടനയാണ് ഇങ്ങനെ അനന്തമായി നീളുന്നത്. 24 തിരുവനന്തപുരം. നിഷാദിൻ്റെ ഒരു പരാതി, എൻ്റെ മെസ്സേജ് ഒന്നും ഇപ്പോൾ SKN വായിക്കുന്നേയില്ല. അഹങ്കാരം കൂടി. എനിക്കാണോ നിഷാദിനാണോ എന്നറിയില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്ക് പണം വല്ലതും വേണോ എന്ന് ചോദിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. നിഷാദേ, പണമല്ലേ ചിലപ്പോൾ എപ്പോഴും ആവശ്യം വരുന്നത് പറയാൻ പറ്റൂ. വിജീഷ് ചോദിക്കുന്നു, നാളെ പ്രൈവറ്റ് ബസ് സമരമുണ്ടോ? നാളെ ബസ് സമരം ഉണ്ടോ? പ്രൈവറ്റ് ബസ് സമരം ഉണ്ട്. സംസ്ഥാന വ്യാപകമായി ഒരു സൂചന പണിമുടക്ക് അവർ നാളെ നടത്തുകയാണ്. ഇരട്ട കൊലപാതകം നടത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഊർജിതമാക്കി. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. 1986-ലെയും 89-ലെയും രേഖകൾ ആവശ്യപ്പെട്ട് RDO കോടതിയെ സമീപിച്ചു. 1986-ൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ യുവാവിനെ വെള്ളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തി എന്നാണ് മുഹമ്മദ് അലിയുടെ ആദ്യ വെളിപ്പെടുത്തൽ. 3 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയെന്നും മുഹമ്മദ് അലി മൊഴി നൽകിയിരുന്നു. സുഹൃത്ത് കഞ്ചാവ് ബാബു എന്ന് വിളിക്കുന്ന ബാബുവിന്റെ സഹായത്തോടെയാണ് കൊലപാതകം എന്നാണ് മൊഴി.
അന്വേഷണത്തിൽ ഈ 2 കാലയളവിലും കൂടരഞ്ഞിയിലും വെള്ളയിൽ ബീച്ചിലും 2 പേർ മരിച്ചിരുന്നതായും അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിച്ചിരുന്നതായും കണ്ടെത്തി. ഇതേ തുടർന്നാണ് മരിച്ചവരെ തിരിച്ചറിയാൻ പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. 1989 നടന്ന കേസിൽ കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് കേസ് അന്വേഷിച്ച നടക്കാവ് CI ആയിരുന്ന റിട്ടയർഡ് SP സുഭാഷ് ബാബുവിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. കൂടരഞ്ഞി കേസിൽ ഇൻക്വസ്റ്റ് നടത്തിയ SI തോമസിൽ നിന്ന് വിവരങ്ങൾ തേടാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനായി പോലീസ് കൊച്ചിയിലേക്ക് തിരിക്കും. മരിച്ചവരെ തിരിച്ചറിയാൻ 1986ലെയും 89ലെയും രേഖകൾ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം RDO കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. 3.5 പതിറ്റാണ്ട് മുമ്പ് രണ്ടുപേരെ താൻ കൊലപ്പെടുത്തിയിരുന്നു എന്ന മലപ്പുറം സ്വദേശി വെങ്ങരയിലെ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുകൾ തള്ളുകയാണ് കോഴിക്കോട് തിരുവമ്പാടി SI ആയിരുന്ന OP തോമസ്. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ 100% നുണയാണെന്നും മരിച്ചയാളുടെ ബന്ധുക്കൾ ഒരു ഘട്ടത്തിൽ പോലും കൊലപാതക സംശയം ഉന്നയിച്ചിരുന്നില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന OP തോമസ് 24 പറഞ്ഞു. YS അഭിനന്ദ് കൊച്ചിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. 39 വർഷം മുൻപ് കോഴിക്കോട് കൂടരഞ്ഞിയിൽ വെള്ളത്തിൽ വീഴ്ത്തി കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് താനാണ് കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുമായാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് അലി രംഗത്തെത്തിയത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം, പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളി ഉള്ളത് എന്നത്, അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി എന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൊഴിയും ഒപ്പം തന്നെ രേഖകളും തമ്മിൽ സാമ്യമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഊർജിതമായ അന്വേഷണമാണ് കോഴിക്കോട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്ന എറണാകുളം പറവൂർ സ്വദേശിയായിട്ടുള്ള അന്നത്തെ തിരുവമ്പാടി SI OP തോമസ് 24നോടൊപ്പം ചേരുകയാണ്. 39 വർഷം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അതിലിപ്പോൾ താൻ തന്നെ കൊലപ്പെടുത്തിയെന്ന് മുഹമ്മദ് അലി എന്ന ആൾ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. അന്നത്തെ ഈ സംഭവം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതൊരു ശരിയായ നടപടിയാണ് എനിക്ക് തോന്നുന്നില്ല. ഞാനാണ് കേസ് അന്വേഷിച്ചത്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പോലീസുകാരെ ഞാനും കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. വളരെ കുറച്ച് വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരാൾ കിടക്കുന്ന കണ്ടു. അപ്പോൾ അയാൾക്ക് ഒരുവിധം നല്ല ആരോഗ്യവും വലിപ്പമൊക്കെ ഉണ്ട്. എന്നിട്ട് അതിന് മുകളിലോട്ട് കയറ്റാൻ വേണ്ടി സൗകര്യം എടുക്കാൻ വേണ്ടി ഇയാളുടെ ഒരു കൂട്ടുകാരൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അയാളെയും പിന്നെ വേറൊരുത്തനെയും കൂടി വലിച്ചു കയറ്റി ഒരു വണ്ടിക്കാരും ഇത് കയറ്റാൻ സമ്മതിക്കുന്നില്ല ബോഡി. അങ്ങനെ നമ്മൾ ഒരു പോലീസ് കാണിച്ച് പീഡിപ്പിച്ച് ആൾക്കാരെയൊക്കെ പീഡിപ്പിച്ച് വണ്ടി സംഘടിപ്പിച്ച് നേതാക്കന്മാരെ കൂടി തന്നു. വണ്ടി കയറ്റി ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പിന്നെ ബന്ധുക്കൾക്ക് കൈമാറുകയാണോ ചെയ്തത്? കൈമാറാൻ വേണ്ട ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തൽക്കാലം അവരുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിന്നെ ഏതോ സമയത്ത് ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ അറിവ്. തുടരന്വേഷണം വേണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടില്ല, പോലീസ് അതുമായി ബന്ധപ്പെട്ട് നീങ്ങിയിട്ടുമില്ല. ആരും അന്വേഷിച്ചിട്ടില്ല ആ കാര്യം. നാട്ടുകാർ മുഴുവൻ പറയും ഇയാൾ അപസ്മാര രോഗം വന്ന് വെള്ളത്തിൽ വീണ് മരിച്ചിരിക്കുന്നതാണ്. എല്ലാവരും അറിയും. ഇങ്ങനൊരു വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നുണയാണ്. ഉറപ്പായിട്ടും 101% നുണയാണ്. പിന്നെ ഇപ്പോൾ 14 വയസ്സ് എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്തൊരുത്തൻ തള്ളി വെള്ളത്തിലിട്ട് മറിച്ച് കൊല്ലാൻ സാധിക്കില്ല. തമാശയായിട്ടാണോ തോന്നുന്നത്? തമാശയായിട്ടല്ല. അയാൾ ആളപ്പുറം വന്നതൊന്നും പോലും ഒരു സൂചനയില്ല ഈ മനുഷ്യനെ. അന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ OP തോമസ് ആണ് 24നോട് പ്രതികരിച്ചത്. 100% ആണെന്നാണ് ഇപ്പോൾ OP തോമസ് വ്യക്തമാക്കുന്നത്. അന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് മറ്റൊരു തരത്തിലും ഈ മരണം പോയില്ല എന്ന് 100% ഉറച്ച് വിശ്വസിക്കുന്നതായും OP തോമസ് പറയുന്നു. കൊച്ചിയിൽ നിന്നും MT അധീഷിനൊപ്പം YS അഭിനന്ദ്, 24. MSC എൽസാത്രി കപ്പലപകടത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയോട് 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിന് പിന്നാലെ MSC അക്വിറ്റേറ്റ 2 കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിർണായക ഇടപെടൽ പരിസ്ഥിതി സമുദ്രോൽപാദന നഷ്ടത്തിലാണ് അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത്. 9,531 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഡ്മിറാലിറ്റി സ്യൂട്ടിന്റെ പശ്ചാത്തലത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള MSC അക്വിറ്റേറ്റ 2 കപ്പൽ അറസ്റ്റ് ചെയ്യാനും ഹൈക്കോടതി ഉത്തരവിട്ടു. നിലവിൽ വിഴിഞ്ഞം പോർട്ടിലാണ് കപ്പൽ ഉള്ളത്. നഷ്ടപരിഹാര തുക കെട്ടിവെക്കാൻ 10-ാം തീയതി വരെ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ഹർജി അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കുമ്പോൾ MSC ഷിപ്പിംഗ് കമ്പനി ഹൈക്കോടതിയിൽ നിലപാടറിയിക്കും. മുൻപ് MSCയുടെ 2 കപ്പലുകൾ
നഷ്ടപരിഹാരം കെട്ടിവെച്ചതിന് പിന്നാലെ വിട്ടു നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ ഭീമമായ തുകയായതിനാൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പ്രതിരോധത്തിലാണ്. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പൊതുതാൽപര്യ ഹർജികൾ ഈ മാസം 20-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. കൂന്നി പാറമട അപകടത്തിൽ കൂന്നി പോലീസ് കേസെടുത്തു എന്നുള്ള വാർത്തയാണ്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പയ്യനാമണ്ണിലാണ് ഈ പാറമട അപകടം നടന്നത്. അവിടെ ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഒരാളവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഈ രക്ഷാപ്രവർത്തനം ഇന്നത്തെ പ്രതികൂല കാലാവസ്ഥ കാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ അന്വേഷണം വീണ്ടും തുടരും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടും മലപ്പുറത്തും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. 161 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇപ്പോൾ അതിൽ 27 പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. സമ്പർക്ക പട്ടികയിലെ 48 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ 46 ആളുകളും നെഗറ്റീവായത് ഇന്ന് വരുന്ന വലിയ ആശ്വാസമായ വാർത്തയായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് 2 ജില്ലകളിൽ ഒരേ സമയം നിപ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയിലാണ്. 2 ജില്ലകളിലുമായി 461 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. മലപ്പുറത്ത് 252 പേരും പാലക്കാട് 209 പേരും. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ CT സ്കാൻ ടെക്നീഷ്യനാണ്. മന്ത്രി പറഞ്ഞു, മലപ്പുറത്ത് 252 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാട് 209 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ കുറച്ച് പേര് കോഴിക്കോട് ജില്ലയിലുമുണ്ട്. ആകെ 461 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 461 പേരിൽ 27 പേരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളവർ. 27 പേരിൽ 4 പേര് പനി ലക്ഷണങ്ങളുണ്ട്. 48 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ 46 സാമ്പിളുകൾ നെഗറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തി. ഹൈറിസ്ക് പട്ടികയിലുള്ള എല്ലാവരെയും ക്വാറന്റൈനിലാക്കി. 21 ദിവസം ക്വാറന്റൈൻ പാലിക്കണം. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് 8706 വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്താനുള്ള സർവൈലൻസ് പൂർത്തിയാക്കി. നിപയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കേസുകൾ സൈബർ സെല്ലിന് കൈമാറുമെന്നും അറിയിച്ചു. 24 മലപ്പുറം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് നടുക്കുന്ന ഒരു വാർത്ത കർണാടകയിൽ നിന്ന് വരുന്നു. കർണാടകയിലെ ബംഗളൂരുവിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നുവെന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്നു. 1998 മുതൽ 2014 വരെ നടന്ന സംഭവങ്ങൾ വിവരിച്ച മംഗളൂരു ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി പോലീസിന് പരാതി കൊടുത്തു. മൃതദേഹം സംസ്കരിക്കാൻ ക്ഷേത്രം സൂപ്പർവൈസർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. 1998 മുതൽ 2014 വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നയാളാണ് പരാതിക്കാരൻ. നേത്രാവതി നദിക്കരയിലെ ശുചീകരണമായിരുന്നു തൻ്റെ ജോലി. ഇതിനിടെ രാത്രികളിൽ സൂപ്പർവൈസർ വിളിച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർദ്ദേശം നൽകും. ബലാത്സംഗം ചെയ്ത രീതിയിൽ വസ്ത്രങ്ങൾ പോലുമില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നു. കൂട്ടത്തിൽ 13 വയസ്സുള്ള സ്കൂൾ കുട്ടിയുടെ മൃതദേഹം പോലും കത്തിച്ച് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. മനം മടുത്ത് 10 വർഷം മുൻപ് നാടുവിടുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. മനസ്സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ല. കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അന്ത്യകർമ്മം ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നു. അഭിഭാഷകർ മുഖേന നൽകിയ വെളിപ്പെടുത്തലിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. തെളിവുകളായി ചില ഫോട്ടോഗ്രാഫുകൾ ഇയാൾ നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം നടത്തിയ വെളിപ്പെടുത്തലിലെ അന്വേഷണം ധർമ്മസ്ഥല പോലീസിന് കനത്ത വെല്ലുവിളിയാണ്. 24 ചെന്നൈ. UK യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നതായി UK പറയുന്നു. ഇന്ത്യൻ അധികൃതരുടെ സഹകരണത്തിന് അവർ നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ വക്താവാണ് ഈ കാര്യം അറിയിച്ചത്. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, പണി കഴിയാറായോ? അതിനും വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് UK നിന്ന്, അതായത് ബ്രിട്ടനിൽ നിന്ന് അവരുടെ തന്നെ പ്രതിരോധ വ്യോമസേനയുടെ വലിയ വിമാനത്തിൽ ഏതാണ്ട് 14 എഞ്ചിനീയർമാരുടെ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവർ ഈ വിമാനത്തെ, അതായത് ഇവിടെ കുടുങ്ങിയ F-35B എന്ന
ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ ഹാങ്ങറിലേക്ക് മാറ്റി അതിൻ്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചതായി ബ്രിട്ടൻ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ അധികൃതരുടെ സഹകരണത്തിന് നന്ദി അവർ പറയുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ വക്താവാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എസ്കേൻ. അവർ അത് പരിശോധിച്ച് അവർക്ക് കൊണ്ടുപോകാനാകുമെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് പൂർത്തിയാക്കി കൊണ്ടുപോകാനാകുമെങ്കിൽ ആ വിമാനം കൊണ്ടുപോകും. അതല്ല എങ്കിൽ അവിടെ നിന്ന് വലിയ ചരക്ക് വിമാനം എത്തിച്ച് അതിൻ്റെ ചിറകുകളും മറ്റുമൊക്കെ മാറ്റി ആ വിമാനത്തിൽ കൊണ്ടുപോകുന്ന കാര്യവും ആലോചിക്കുമെന്ന് ബ്രിട്ടൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും ഹാങ്കറിലാണ് അതിൻ്റെ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നുണ്ട്. അത് ഇങ്ങോട്ടേക്ക് പറന്നു വന്നതുപോലെ തന്നെ ഈ യുദ്ധവിമാനം തിരിച്ചു പറന്നു പോകട്ടെ എന്ന് ആശിക്കാം. എസ് കെ അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു.